ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് അഥവാ അധിനിവേശവും ചെറുത്തുനിൽപ്പും. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻവെൻഷൻ ആൻഡ് റെസിസ്റ്റൻസ്. ഈ പാഠഭാഗത്തിലെ പേജ് നമ്പർ 12 വരെയുള്ള, അതായത് 12ാമത്തെ പേജ് വരെയുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപ് ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു സ്റ്റോറി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ തുടങ്ങാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ പേജില് ഒരു ഡയറി കുറിപ്പ് ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ ആ ഡയറി കുറിപ്പിനകത്ത് ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കണ്ടില്ലേ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഡയറി കുറിപ്പിനകത്ത് ഒരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. 1601 ഏപ്രിൽ. അപ്പൊ 1601 ഏപ്രില് ഇംഗ്ലണ്ടിൽ നിന്നും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി കുറച്ച് കപ്പലുകൾ നമ്മുടെ ഭാഗത്തേക്ക്, അതായത് ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയച്ചു. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു ചരിത്ര സംഭവത്തെ കുറിച്ചാണ്. അതായത് 1601 ഏപ്രിൽ ഇംഗ്ലണ്ടിൽ നിന്നും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് കുറച്ച് കപ്പലുകൾ ഈസ്റ്റ് ഇൻഡീസിലേക്ക്, അതായത് നമ്മുടെ ഭാഗത്തേക്ക് അയച്ചു. അപ്പൊ കപ്പലുകളുടെ പേരൊക്കെ ഇവിടെ പറയുന്നുണ്ട്. 4 കപ്പലുകളാണ് ഉണ്ടായിരുന്നത്, 4 ഷിപ്പുകളാണ് ഉണ്ടായിരുന്നത്. അസെൻഷ്യൻ, ഡ്രാഗൺ, ഹെക്ടർ ആൻഡ് സൂസൻ. ഇങ്ങനെ 4 ഷിപ്പുകളാണ് അവരിവിടേക്ക് അയച്ചത്. അങ്ങനെ ഒരു 18 മന്തോളം, അതായത് ഒരു 18 മാസത്തോളം അവരെ കഠിനമായിട്ടുള്ള ഒരു യാത്രയൊക്കെ ആയിരുന്നു. ആ യാത്രയിൽ സൂസൻ എന്ന് പറയുന്ന കപ്പൽ അവർക്ക് നഷ്ടപ്പെട്ടു. എന്നിട്ടും ബാക്കിയുള്ള 3 കപ്പലുകൾ നിറയെ പെപ്പറുമായിട്ടാണ് അവർക്ക് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് സാധിച്ചത്. അപ്പോ ആ ഒരു 18 മാസത്തെ 18 മന്ത്സോളം നീണ്ട ആ ഒരു കാലയളവിനിടയിൽ ആ 3 കപ്പലുകൾ നിറയെ പെപ്പറുമായിട്ട് അവരെവിടേക്ക് തിരിച്ചുപോയി? ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചുപോയി. അപ്പൊ ഈ ഒരു വരവിൽ അവർക്ക് കിട്ടിയ ലാഭം എത്രയാണെന്ന് അറിയോ? അതായത് അവരെത്രമാത്രമാണ് ചെലവാക്കിയത് അതിന്റെ 95% പ്രോഫിറ്റ് ഈ ഒരു യാത്രയിൽ നിന്ന് അവർക്ക് കിട്ടി. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയാണെന്നുണ്ടെങ്കിൽ അവരൊരു 100 രൂപ മുടക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് 195 രൂപയോളം തിരിച്ചു കിട്ടി. അപ്പോൾ 95% പ്രോഫിറ്റ് ഈ ഒരു യാത്രയിലൂടെ അവർക്ക് കിട്ടി. അതായത് ഈ ഇത്രയും ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ്, അതായത് ഇത്രയും ഒരു വലിയ ലാഭം കണ്ടപ്പോ ഇംഗ്ലണ്ടുകാർക്കും, അതായത് മറ്റു യൂറോപ്യന്മാർക്കും ഒക്കെ ഇന്ത്യയിലേക്ക് വരാൻ വലിയ ആഗ്രഹമുണ്ടായി. കാരണം ഇന്ത്യയിലെ സ്പൈസസ് ഒക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ നാട്ടില് കച്ചവടം നടത്താം. അപ്പോൾ ഇന്ത്യ നല്ലൊരു, അവർക്ക് വ്യാപാരം നടത്താൻ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ മണ്ണാണെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ ഇന്ത്യയിലേക്ക് വരാൻ അവർക്ക് വലിയ ആഗ്രഹമായി. അപ്പോ ഇവിടേക്ക് അവർ വന്നിരുന്നത് വെറും കച്ചവടത്തിനായിട്ട് മാത്രം, അതായത് കച്ചവടത്തിന് മാത്രം നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഇറങ്ങിയ അവർ പിന്നീട് നമ്മുടെ നാട് മുഴുവൻ അവരെന്ത് ചെയ്തു? പിടിച്ചടക്കുകയാണ് ചെയ്തത്. അപ്പൊ അവരെങ്ങനെയാണ് ഇവരെ ഭരണം തുടങ്ങിയത്? അവരിവിടെ ഓരോ പ്രദേശങ്ങളായി പിടിച്ചടക്കുന്നതിനെതിരെ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം കലാപങ്ങളാണ് ഉണ്ടായത്, അല്ലെങ്കിൽ നമ്മുടെ നാട് അതെങ്ങനെയാണ് ചെറുത്തു നിന്നത്, അതൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് കടക്കാം. അപ്പൊ ഈ പാഠഭാഗത്തില് ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രേഡ് റിലേഷൻസ് ആൻഡ് സീ റൂട്ട് ആണ്. അതായത് അവരുടെ ട്രേഡ് റിലേഷൻസ്, വ്യാപാര ബന്ധങ്ങളും അതേപോലെ തന്നെ സമുദ്രപാതയും, സീ റൂട്ടും. അപ്പോൾ ആൻഷ്യൻ ടൈംസ്, അതായത് പുരാതന കാലം മുതൽക്ക് തന്നെ യൂറോപ്യന്മാർക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് നല്ലൊരു ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു, നല്ലൊരു വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഏഷ്യയും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അതായത് യൂറോപ്യൻസ് ഹാഡ് ട്രേഡ് റിലേഷൻസ് വിത്ത് അതർ പാർട്സ് ഓഫ് ദ വേൾഡ് ഫ്രം ആൻഷ്യൻ ടൈംസ്. ഏഷ്യ വാസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദിസ്. അതായത് പ്രാചീന കാലം മുതൽ തന്നെ യൂറോപ്യന്മാർക്ക് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളുമായിട്ട് വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു റിലേഷൻ ബൈ ദ എൻഡ് ഓഫ് ദ 15th century, അതായത് 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്നും ഈസ്റ്റ് വേർഡിലേക്ക്, അതായത് കിഴക്കോട്ട് ഈസ്റ്റ് വേർഡിലേക്ക് ഒരു പുതിയ സീ റൂട്ട് കണ്ടുപിടിക്കാൻ അവരെ നിർബന്ധിതരാക്കി. അപ്പൊ ഈ ഒരു റിലേഷൻ ബൈ ദ എൻഡ് ഓഫ് ദ 15th century, അതായത് 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്നും ഈസ്റ്റ് വേർഡിലേക്ക്, അതായത് കിഴക്കോട്ട് ഒരു പുതിയ സീ റൂട്ട്, സമുദ്രപാത കണ്ടുപിടിക്കാൻ അവരെ നിർബന്ധിതരാക്കി. അപ്പോ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ഒരു ചോദ്യമാണ്, അവര് സീ റൂട്ട് കണ്ടുപിടിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു സീ റൂട്ട് അല്ലെങ്കിൽ സമുദ്രപാത കണ്ടെത്താൻ ഇടയാക്കിയത്?
യൂറോപ്യന്മാര് ഷിപ്പ് ബിൽഡിംഗ്, സെയിലിംഗ് തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസസ് അവര് നേടിയിട്ടുണ്ടായിരുന്നു. അതായത് കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും അവരൊരു സാങ്കേതിക പുരോഗതി നേടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നു ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത്? ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ യൂറോപ്യൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സെയിലിംഗ്. അപ്പൊ യൂറോപ്യന്മാര് ഷിപ്പ് ബിൽഡിങ്ങിലും സെയിലിംഗിലും ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസസ് അവർക്ക് ഉണ്ടായിരുന്നു. ഇതാണ് ഇതിന്റെ ആദ്യത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്. അടുത്തതാണ് ഗ്രോത്ത് ഇൻ നോളജ് അബൌട്ട് ജോഗ്രഫി. അവർക്ക് ജോഗ്രഫിയെ കുറിച്ച്, ജോഗ്രഫി മീൻസ് ഈ ഭൂമിയുടെ കിടപ്പ് കേട്ടോ, ഭൂമിശാസ്ത്രത്തെ കുറിച്ച് അവർക്ക് നല്ല അറിവുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തില് ഗ്രോത്ത് ഓഫ് നോളജ്, ഭൂമിശാസ്ത്രത്തെ കുറിച്ചുള്ള, അതായത് ജോഗ്രഫിയെ കുറിച്ചുള്ള ആ ഗ്രോത്ത് ഓഫ് നോളജ് വളരെയധികം ഉണ്ടായിരുന്നു. അടുത്തതാണ് അഡ്വാൻസസ് മെയ്ഡ് ഇൻ കോമ്പസ് ആൻഡ് മാപ്പ് മേക്കിംഗ്. ഇപ്പൊ കോമ്പസ്, മാപ്പ് മേക്കിംഗ് തുടങ്ങിയവയിലുണ്ടായ പുരോഗതി, അതായത് ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, അതായത് ഡയറക്ഷൻ കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യുന്ന കോമ്പസ്, പിന്നെ അതേപോലെ തന്നെ മാപ്പ് മേക്കിംഗ്, ഭൂപട നിർമ്മാണം തുടങ്ങിയവയിലെല്ലാം തന്നെ അവർ പുരോഗതി നേടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുവഴി ആ കടലിന്റെ ആഴം മനസ്സിലാക്കാനും വഴി തെറ്റാതെ അവർക്ക് യാത്ര ചെയ്യാനും ഒക്കെ സാധിക്കുമായിരുന്നു. അപ്പൊ ഇതും അവര് സീ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു റീസൺ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ഇനി അടുത്തത് എന്തായിരുന്നു? ട്രാവൽ റൈറ്റിംഗ്സ് ബൈ വോയേജേഴ്സ് പ്രൊവൈഡഡ് ഇൻഫർമേഷൻ അബൌട്ട് ന്യൂ പ്ലേസസ് ആൻഡ് ദെയർ വെൽത്ത്. അതായത് ന്യൂ പ്ലേസസ്, അതായത് പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ വെൽത്തിനെ കുറിച്ച്, സമ്പത്തിനെ കുറിച്ചും സഞ്ചാരികളുടെ യാത്രാ വിവരങ്ങളിൽ നിന്ന് അവർക്ക് അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് പണ്ട് ഇതിനു മുൻപ് യാത്ര ചെയ്തിട്ടുള്ള ആ വോയേജേഴ്സ്, അതായത് സഞ്ചാരികള് യാത്രാ വിവരണങ്ങൾ അഥവാ ട്രാവൽ റൈറ്റിംഗ്സ്, അതിൽ നിന്ന് അവർ എഴുതിയിട്ട ട്രാവൽ റൈറ്റിംഗ്സിൽ നിന്ന് പുതിയ സ്ഥലങ്ങളെ കുറിച്ചും അവിടുത്തെ വെൽത്തിനെ കുറിച്ചും ഒക്കെ അവർ വായിച്ചറിഞ്ഞപ്പോ അവർക്കും അങ്ങോട്ട് യാത്ര ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായി. അടുത്തതാണ് ട്രേഡ് പ്രോസ്പെക്ട്സ് ഓഫ് ഏഷ്യൻ പ്രൊഡക്ട്സ് ലൈക്ക് പെപ്പർ ഇൻ യൂറോപ്പ്. അതായത് യൂറോപ്പിൽ പെപ്പർ, കുരുമുളക് പോലെയുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടായിരുന്ന ട്രേഡ് പ്രോസ്പെക്ട്സ്, അതായത് കച്ചവട സാധ്യത, അതായിരുന്നു അടുത്ത കാരണം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ പെപ്പർ പോലുള്ള ഏഷ്യൻ പ്രൊഡക്ട്സിന്, ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്പില് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു, വലിയൊരു ട്രേഡ് പ്രോസ്പെക്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ പെപ്പർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവര് സീ റൂട്ട് കണ്ടുപിടിച്ചത് എന്നുള്ളതാണ് മറ്റൊരു റീസൺ. അടുത്തതാണ് ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദ തുർക്കസ്. അതായത് തുർക്കികള് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതാണ്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടുകൂടി അതുവഴിയുള്ള ലാൻഡ് റൂട്ട്, അതായത് കരമാർഗമുള്ള കച്ചവടം എന്ത് ചെയ്തു? പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടു. അതുകൊണ്ട് അവർക്ക് എന്താണ്? പുതിയൊരു സീ റൂട്ട് കണ്ടുപിടിച്ചേ മതിയാകുമായിരുന്നു. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റീസൺ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഏത്? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി എന്നുള്ളത്. അതായത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതോടുകൂടി ലാൻഡ് റൂട്ട്, അതായത് കരമാർഗമുള്ള അവരുടെ യാത്ര തടസ്സപ്പെട്ടു, അവരുടെ ഒരു വ്യാപാരം, കച്ചവടം തടസ്സപ്പെട്ടു. അപ്പൊ അവർക്ക് ഇങ്ങോട്ട് എത്തണമെങ്കിൽ എന്ത് വേണം? വേറൊരു റൂട്ട് വേണം. അതിനായിട്ടാണ് അവർ എന്ത് ചെയ്തത്? സീ റൂട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോ ഇത്രയും എല്ലാമാണ് സീ റൂട്ട് കണ്ടുപിടിക്കാൻ യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ടോപ്പിക് എന്താന്ന് നോക്കാം. അപ്പോ ഇന്ത്യയിലേക്ക് കടൽ മാർഗം എത്തിയ ആദ്യ യൂറോപ്യന്മാർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. അതായത് the Portuguese were the first Europeans to reach India by sea. അപ്പോ സീ റൂട്ട് വഴി, അതായത് സീ റൂട്ട് വഴി കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യത്തെ യൂറോപ്യന് പോർച്ചുഗീസ് ആണ് കേട്ടോ. പോർച്ചുഗീസ് ആണ്. അതിൽ ആരാണ് ആദ്യമായിട്ട് പോർച്ചുഗീസിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയതെന്ന് അറിയോ? അത് വാസ്കോഡ ഗാമയാണ്. അപ്പൊ ആദ്യമായിട്ട് എത്തിച്ചേർന്ന യൂറോപ്യന്മാര് പോർച്ചുഗീസുകാരാണ്. അതിൽ വാസ്കോഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇന്ത്യയിലേക്ക് വന്ന ഫോറിൻ പവേഴ്സ്, അതായത് വിദേശ ശക്തികളുടെ ഒരു ലിസ്റ്റ് നമ്മൾ പറയാന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം എത്തിയത് പോർച്ചുഗീസുകാരാണ്. അതിനെ തുടർന്ന് ഡച്ചുകാർ വരുന്നു, പിന്നെ ബ്രിട്ടീഷുകാർ വരുന്നു, ഏറ്റവും ഒടുവിൽ ഫ്രാൻസും വരുന്നു. ഇതാണ് അതിന്റെ ഒരു ഓർഡർ കേട്ടോ.
അതായത് പോർച്ചുഗീസുകാര്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രാൻസ്. ഇങ്ങനെയാണ്, ഈ ഒരു ഓർഡറിലാണ് അവര് ഇന്ത്യയിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പൊ 1498 അതായത് 1498 വാസ്കോഡ ഗാമ കോഴിക്കോടുള്ള കാപ്പാടാണ് കപ്പലിറങ്ങുന്നത് കേട്ടോ. അപ്പൊ വാസ്കോഡ ഗാമ കോഴിക്കോടുള്ള കാപ്പാട് 1498 അതായത് 1498 എന്ത് ചെയ്യുന്നത്, കോഴിക്കോട് കാപ്പാട് തീരത്തേക്ക് എത്തുന്നത്. ആ സമയത്ത് കോഴിക്കോട് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത് സാമുറൈൻ ആയിരുന്നു കേട്ടോ. സാമൂതിരി രാജാവായിരുന്നു ആ സമയത്ത് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പോർച്ചുഗീസുകാര് തങ്ങൾക്ക് മാത്രമായിട്ട് കച്ചവടത്തിന്റെ അവകാശം വേണമെന്ന് സാമൂതിരിയോട് ആവശ്യപ്പെട്ടെങ്കിലും സാമൂതിരി അതിന് എന്ത് ചെയ്തില്ല, അംഗീകരിച്ചില്ല. മനസ്സിലായോ? അതായത് ഇതിലാണ് വാസ്കോഡ ഗാമ എന്ത് ചെയ്യുന്നത്, കോഴിക്കോടുള്ള കാപ്പാടില് എത്തിച്ചേരുന്നത്. At that time, കോഴിക്കോട് വാസ് റൂൾഡ് ബൈ സാമുറൈൻ ഡൈനസ്റ്റി. അപ്പൊ ആ കാലഘട്ടത്തില് കോഴിക്കോട് ഭരിച്ചിട്ടുണ്ടായിരുന്ന സാമുറൈൻ ഡൈനസ്റ്റി, അത് സാമൂതിരി വംശമായിരുന്നു ആ കാലഘട്ടത്തില് അവിടെ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അടുത്തതായി പോർച്ചുഗീസുകാരുടെ വരവ് വരുത്തിയ മാറ്റങ്ങൾ എന്തെല്ലാമാണ്, അതായത് എഫക്റ്റ് ഓഫ് പോർച്ചുഗീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തെല്ലാം കോൺട്രിബ്യൂഷൻസ് ആണ് പോർച്ചുഗീസുകാർ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്നത്. അതായത് പോർച്ചുഗീസുകാർ നമ്മുടെ ഭാഷയെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന മേശ, അതായത് ടേബിൾ, ചെയർ അഥവാ കസേര തുടങ്ങിയ വാക്കുകളൊക്കെ പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നതാണ്. ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ മേശ, കസേര തുടങ്ങിയ വാക്കുകളൊക്കെ പോർച്ചുഗീസുകാരുടെ കോൺട്രിബ്യൂഷൻ ആണ്. അഗ്രികൾച്ചറൽ ഫീൽഡ് എടുക്കാന്നുണ്ടെങ്കിൽ കശുമാവ്, അതായത് പറങ്കിമാവ്, കാഷ്നട്ട്, അതുപോലെ പപ്പായ, ഗോവ, പേരയ്ക്ക, പൈനാപ്പിൾ, ഇതൊക്കെ പോർച്ചുഗീസുകാരുടെ സംഭാവനകളാണ്. ഈ പേരുകളൊക്കെ പരിചയപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണ്. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ഫീൽഡിൽ, അതായത് രാഷ്ട്രീയ മേഖലയിൽ നോക്കാന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ ഫോർട്ട് മാനുവൽ, അത് മാനുവൽ കോട്ട കൊച്ചിയിലാണ് പണിതുയർത്തിയത്. അപ്പോ ഈ മാനുവൽ കോട്ട പണിതത് പോർച്ചുഗീസുകാരാണ്. നോളജ് ആൻഡ് കൾച്ചറൽ സെക്ടർ, അതായത് വിജ്ഞാന സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കാന്നുണ്ടെങ്കിൽ പ്രിന്റിംഗ് ടെക്നോളജി, അതായത് അച്ചടി വിദ്യ അഥവാ പ്രിന്റിംഗ് ടെക്നോളജി കുറച്ചുകൂടി പോപ്പുലറൈസ് ആയത് പോർച്ചുഗീസുകാരുടെ കാലത്താണ്. അതായത് അതിനെ കുറച്ചുകൂടി പോപ്പുലറൈസ് ആക്കിയത് പോർച്ചുഗീസുകാരാണ്. അതിനെ കൂടാതെ ചവിട്ട് നാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങളും പരിചയപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡച്ചുകാരെ കുറിച്ചാണ്. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ഹോളണ്ടിൽ അഥവാ നെതർലാൻഡിൽ നിന്നുള്ളവരായിരുന്നു. ഇവർ ഡച്ചുകാരെന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് വന്നത് ഡച്ചുകാരായിരുന്നു. പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിലേക്ക് എത്തിയത് ഡച്ചുകാരായിരുന്നു. നാഗപട്ടണം, ബറൂച്ച്, അഹമ്മദാബാദ് എന്നിവയൊക്കെ ഇവരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളായിരുന്നു. ട്രാവൻകൂർ റൂളറായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ, അതായത് തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1741 1741 കുളച്ചിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു ഏറ്റുമുട്ടി. ഇതാണ് ബാറ്റിൽ ഓഫ് കുളച്ചിൽ അഥവാ കുളച്ചിൽ യുദ്ധം എന്ന് പറയുന്നത്. ചരിത്രത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് കുളച്ചിൽ അഥവാ കുളച്ചിൽ യുദ്ധം എന്ന് പറയുന്നത്. ഈ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ചു. ഇതോടുകൂടി ഒരു ഇന്ത്യൻ ഭരണാധികാരിയോട് തോറ്റു പിന്മാറേണ്ടി വന്ന ആദ്യ വിദേശ ശക്തിയായി ഡച്ചുകാർ മാറി. അപ്പോൾ ഒരു ഇന്ത്യൻ ഭരണാധികാരിയോട് ആദ്യമായിട്ട് തോൽക്കുന്ന വിദേശ ശക്തിയായിട്ട് ഡച്ചുകാർ ഈ കുളച്ചിൽ യുദ്ധത്തോടു കൂടി മാറുകയാണ് ഉണ്ടായത്. The greatest contribution of the relationship with the Dutch is the work Hortus Malabaricus. ഇപ്പൊ ഡച്ചുകാരുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ബന്ധത്തിന്റെ ഏറ്റവും മികച്ച സംഭാവന അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നതാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥം. അതായത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഡച്ചുകാരുമായിട്ടുള്ള റിലേഷന്റെ, അതായത് ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത്. കേരളത്തിലെ ഏകദേശം 742 മെഡിക്കൽ പ്ലാന്റ്സ്, അതായത് ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസിൽ ഉള്ളത്. അപ്പൊ ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ആ ഒരു
ഗ്രന്ഥത്തിനകത്തുള്ളത് കേരളത്തിലെ 742ഓളം ഔഷധ സസ്യങ്ങളെ, അതായത് മെഡിക്കൽ പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു ബുക്കിനകത്ത് ഉള്ളത്. ഈ പുസ്തകം സമ്മാനിച്ചത് അന്നത്തെ ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക് വാൻ റീഡ് ആണ്. അപ്പൊ ഈ പുസ്തകം സമ്മാനിച്ചത് അന്നത്തെ ഡച്ച് ഗവർണർ ആയിരുന്ന ഹാൻറിക് വാൻ റീഡ് ആണ്. അദ്ദേഹത്തെ ഇത്തരമൊരു ബുക്ക് തയ്യാറാക്കാനായിട്ട്, അതായത് ഇത്തരമൊരു ഗ്രന്ഥം തയ്യാറാക്കാനായിട്ട് സഹായിച്ചത് ഇട്ടി അച്യുതനാണ്. അതായത് ഇട്ടി അച്യുതൻ എന്ന് പറയുന്നത് പ്രശസ്തനായ ഒരു നാട്ടുവൈദ്യനാണ്. അപ്പം നമ്മുടെ നാട്ടുവൈദ്യനായ ഇട്ടി അച്യുതനാണ് ഹാൻറിക് വാൻ റീഡിനെ ഇത്തരമൊരു ഗ്രന്ഥം തയ്യാറാക്കാനായിട്ട് സഹായിച്ചത്. കൂടാതെ അപ്പു ഭട്ട്, രംഗ ഭട്ട്, വിനായക ഭട്ട് എന്നിവരും ഇതിൽ പങ്കാളികളായിരുന്നു. ഈ ഹോർത്തൂസ് മലബാറിക്കസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മലയാളം വാക്കുകൾ ആദ്യമായി അച്ചടിച്ച പുസ്തകം എന്ന് പറയുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ പാഠഭാഗത്ത് ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന്റെ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ അടുത്ത വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. കൂടാതെ 8ാം ക്ലാസ്സിലെ മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അത് നിങ്ങൾ കാണുക. ഓക്കെ, താങ്ക് യു.